ദൃശ്യം 3 കാണാൻ PVR ഫോറമോളിൽ തിരികെയാണ്. ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഇങ്ങനത്തെ സിനിമകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററുകാർക്ക് ചാകരയാണ്. അത് കണ്ടോ, 390 രൂപയാണ് സ്ക്രീൻ 3ക്ക് ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ 3 4K ലേസർ 7.1 ആണ്, മിഡിൽ സീറ്റുകളില്ല, സ്വീറ്റ് സ്പോട്ട് മിസ്സായിട്ടുള്ള ഒരു സ്ക്രീനും കൂടിയാണ്. അപ്പോൾ 390 രൂപ ചാർജ് ചെയ്താലും PVR പാസ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ 58 രൂപയാണ് കൊടുക്കേണ്ടി വന്നുള്ളൂ. സോ PVRന് നന്ദി. ദൃശ്യം എന്നുള്ള സിനിമ ഫസ്റ്റ് പാർട്ടിൽ നമുക്കൊരു ഭീകരമായിട്ടുള്ള ട്വിസ്റ്റ് കിട്ടിയിരുന്നു. ദൃശ്യം സെക്കൻഡിലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലെവൽ ട്വിസ്റ്റ് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൃശ്യത്തിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കില്ല. പകരം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആർക്ക് അത് വളരെ മനോഹരമായിട്ടാണ് ജീത്തു ജോസഫ് എഴുതിയിരിക്കുന്നത്. ആൻഡ് മോഹൻലാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ആൻഡ് കിഡിലം പെർഫോമൻസ്. എനിക്ക് തുടരും എന്നുള്ള സിനിമയിലെ പെർഫോമൻസിനേക്കാളും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ജോർജ് കുട്ടിയായിട്ടുള്ള ദൃശ്യം 3യിലെ പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരൻ കിഡിലം പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഈ സിനിമയിൽ ബാക്കി കുറേ പേര് നമ്മളെ നിരാശപ്പെടുത്തിയാലും ലാലേട്ടൻ്റെ ആ ഒരു ടെറിഫിക് പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ ദൃശ്യം 3 എന്നുള്ള സിനിമ എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ബാക്കിയുള്ള ദൃശ്യം സിനിമകളൊക്കെ പോലെ തന്നെ ടെറിഫിക് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഫൈനൽ ആക്ടിൽ തരുന്ന സിനിമ. ആ രീതിയിലല്ല ഞാൻ ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത്. കാരണം ഈ സിനിമ പകുതി ആകുമ്പോഴേക്കും നമുക്ക് ആ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു ഇമോഷണൽ ജേർണി നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കൃത്യമായിട്ടുള്ള പേ ഓഫ് ആണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 എനിക്ക് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു തിയേറ്റർ വാച്ച് ആയിരുന്നു.